ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, +2 നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 ഇതാ കഴിയാറായി. ഹാഫ് ഇയർ എക്സാമും കഴിഞ്ഞു. ഇനി കൊല്ലപ്പരീക്ഷയേ ഉള്ളൂ, ബോർഡ് എക്സാം കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എന്തിന് പോകും, ഡിഗ്രി എടുക്കണോ എന്നൊക്കെ ചിന്തിച്ച് +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ. ഇങ്ങനെ വെറുതെ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ നീക്കി നോക്കുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് CUET എക്സാമിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും. അങ്ങനെ നിങ്ങൾ തമ്പനയിൽ തൊട്ടിട്ട് ഇവിടെ എത്തിയതാണെങ്കിൽ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പെർഫെക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഭാവിക്ക് വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ് അല്ലേ. നിങ്ങൾ +2 കഴിഞ്ഞു, എനിക്കാണെങ്കിൽ CA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിന് പോകേണ്ട, എനിക്കാണെങ്കിൽ നീറ്റ് JEE എഴുതിയിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകേണ്ട, എനിക്കൊരു ഡിഗ്രി എടുത്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഫ്രീ ആയിട്ട് അല്ലേ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. ഒരു ഓഫർ, ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലുള്ള ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്, സാധാ ഹോട്ടലിലുള്ള ഒരു ഫ്രീ അക്കോമഡേഷനും ഉണ്ട്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലുള്ള ഒരു ഫുഡ് ഉണ്ട്, സാധാ ഹോട്ടലിലുള്ള ഒരു ഫുഡും ഉണ്ട്. രണ്ടും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളോട് അയാൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നാൽ നിങ്ങൾ ഏതാണ് സ്വാഭാവികമായും ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അല്ലേ. അതേ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകുമ്പം നിങ്ങൾക്ക് 2 സ്ഥലത്തും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് കോളേജും ഫ്രീ ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയും താരതമ്യേന ഫ്രീ ആണ്. നാട്ടിലെ കോളേജിന് നമുക്കൊരു സാധാ ഹോട്ടലായിട്ട് കാണാമെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് എക്സ്പോഷർ കിട്ടുന്ന ഒരു 5 സ്റ്റാർ ഗൈഡഡ് ആയിട്ടുള്ളതാണ് ഇപ്പുറത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുള്ളത്. ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളും മറുഭാഗത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയാൻ നിങ്ങൾ ഏതാ എടുക്കുക? ഓഫ് കോഴ്സ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യണം അല്ലേ. അത്രയും നല്ല വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്ന, അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്ഥാപനങ്ങൾ, അത് തന്നെയാണ് നമ്മൾ ഓഫ് കോഴ്സ് ചൂസ് ചെയ്യുക. ഏതൊരു ബുദ്ധിയുള്ള ആളാണെങ്കിലും അവൻ ഇതിനേക്കാൾ ഓവറായിട്ട് നമ്മൾ ഇതിനെയാണ് കാണുക ആണല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും നല്ല രാജ്യത്തെ ഡിഗ്രി പഠനം, ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മളതിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ തിരഞ്ഞെടുക്കണം. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി പഠിക്കണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് CUET എക്സാം അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ആ എക്സാമിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. എന്താണ് CUET എക്സാം, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിയാൽ അഡ്മിഷൻ നേടാം, എങ്ങനെയാണ് എക്സാം എപ്പോഴൊക്കെയാണ് വരിക, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലും വരും വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാനിവിടെ എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, എൻ്റെ നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ആ നമ്പറിൽ എന്ത് ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാം. താഴെ നമ്മുടെ എൻ്റെ നമ്പർ ഇവിടെ താഴെ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്ത് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചോദിക്കാം. ഓക്കെ, ഷുവർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഈസ് CUET? ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എന്താണ് CUET എക്സാം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തുടങ്ങിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതിയിട്ട് അതിൻ്റെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ അപ്ലിക്കേഷൻ നടത്തേണ്ടത്. ആ എക്സാമിൻ്റെ പേരാണ് CUET എക്സാം. നമുക്ക് നോക്കാം. എ നാഷണൽ ലെവൽ എക്സാം ഫോർ അഡ്മിഷൻ ടു UG കോഴ്സസ്. ഓൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതൊക്കെ ഈ CUET UG എക്സാം എഴുതിയാൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ നേടാം, അതിൻ്റെ സ്കോർ കാർഡ് വെച്ചിട്ട് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് അഡ്മിഷൻ നേടാം. പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ പറയാനുണ്ട്. ജാമിയ മിലിയയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും സ്വന്തമായിട്ട് എക്സാം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും നമ്മൾ ഈ CUET സ്കോർ കാർഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഡീംഡ് ബി യൂണിവേഴ്സിറ്റികൾ പോലും ഇന്ന് CUET സ്കോർ കാർഡ് വെച്ച് അഡ്മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ CUET എഴുതിയാൽ നമ്മുടെ ഈ സ്കോർ കാർഡ് വെച്ചിട്ട് നമുക്ക് അവിടേക്ക് പോലും അപ്ലൈ ചെയ്യാനാവുന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ +2 കഷ്ടപ്പെട്ട് 97% മാർക്കോ അല്ലെങ്കിൽ ഫുൾ A+ എന്തും വാങ്ങിയോ,
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരും ഇതിനൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആകെ 50% മാർക്ക് ഉണ്ടാവണം എന്ന ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. നിങ്ങൾക്ക് ആകെ 50% മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിൽ ഉണ്ടാവണം. ബാക്കി ഫുൾ നോക്കുന്നത് CUET-ൽ നിങ്ങൾക്ക് എത്ര സ്കോർ ഉണ്ടോ എന്നുള്ളതാണ്. CUET-ൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ, അഥവാ CUET-ൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കോർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് യുവർ CUET സ്കോർ കാർഡ്, നോട്ട് ഓഫ് യുവർ പ്ലസ് ടു സ്കോർ കാർഡ്. നിങ്ങൾ പ്ലസ് ടുവിൽ എത്ര A+ ഉണ്ടായിരിക്കട്ടെ, അതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങൾ CUET എക്സാം ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്തോ ആ മാർക്ക് വെച്ച് നിങ്ങൾക്ക് നല്ല സ്ഥലത്ത് അഡ്മിഷൻ തരാം. അപ്പം ദിസ് എക്സാം പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ടുവിൽ നിങ്ങൾ എന്ത് മാർക്ക് പറഞ്ഞാലും എക്സാമിൽ നിങ്ങൾ നന്നായി സ്കോർ ചെയ്തോ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാം. ഓക്കെ, നമുക്ക് ഇനി ഏതൊക്കെ മേജർ യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഡൽഹിയിലെ അതിപ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. നമുക്ക് ഇഷ്ടം പോണ കോഴ്സുകൾ, BCom ആവട്ടെ, BA ആവട്ടെ, BSc ആവട്ടെ, നിരവധി കോഴ്സുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ CUET എക്സാമാണ് എഴുതേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റി ഓരോ ക്രൈറ്റീരിയ പറയും. CUET നമുക്ക് അവിടേക്ക് വരാം. CUET-ൽ എങ്ങനെയൊക്കെയാണ് എക്സാം ചെയ്തത്, എങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണം JNU-നെ കുറിച്ച് പറയാം, അല്ലേ? അവിടേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ CUET ആണ് എഴുതേണ്ടത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ജാമിയ മിലിയയിൽ തന്നെ എല്ലാ UG കോഴ്സിനും CUET അല്ലെങ്കിൽ പോലും ഒരു വിധത്തോളം UG കോഴ്സുകൾക്ക് CUET വഴിയാണ് ഇൻട്രസ്റ്റ് നൽകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അലിഗഡിലും സെയിം അവസ്ഥയാണ്. IFLU, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ. നമ്മൾക്ക് ഒരുപാട് ആളുകളെ പഠിച്ച് പ്രശസ്തരായ ആളുകളെ കേൾക്കാറുണ്ട്. അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കഴിഞ്ഞവരാണ്, ഡൽഹിയിൽ PG കഴിഞ്ഞവരാണെന്നൊക്കെ കേൾക്കാറുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാമാണ് CUET എക്സാം എന്നുള്ളത്. ഓക്കെ, ഇനി ഒരുപാട് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, ഹരിയാന, കർണാടക, കാശ്മീർ, കേരള, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഇത്രയും യൂണിവേഴ്സിറ്റികളിലേക്കും നമുക്ക് CUET UG എക്സാം ചെയ്തിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് CUET എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ നമുക്കൊരു 5 സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിതിൽ 5 സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യേണ്ടാവുക. ഒരു 3 സെക്ഷനിലായിട്ടുണ്ടാവും. ഒന്നാമത്തത് ലാംഗ്വേജ് ടെസ്റ്റ്, രണ്ടാമത്തത് ഡൊമെയിൻ ടെസ്റ്റ്, മൂന്നാമത്തെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ ലാംഗ്വേജസിൽ ലാംഗ്വേജ് എഴുതുക, ജനറൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതും എഴുതുക. അതുപോലെ തന്നെ ഡൊമെയിൻസിൽ നമുക്ക് 3 എണ്ണം ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 5 പേപ്പറുകളാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഓക്കെ, അത് നമ്മൾ ഏതൊക്കെ മീഡിയത്തിലാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മീഡിയത്തിൽ ലഭിക്കും. ഓക്കെ, നമുക്ക് 13 ഇന്ത്യൻ ലാംഗ്വേജസ് ഇവിടെ മീഡിയമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആസാമീസ്, ബംഗാളി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, മലയാളം, മറാത്തി, പഞ്ചാബി, ഒഡിയ, തമിഴ്, തെലുങ്ക്, ഉറുദു, ഈ മീഡിയംസിലൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതാം. മലയാളത്തിൽ ലഭിക്കും, ഇംഗ്ലീഷിൽ, എല്ലാത്തിലും നിങ്ങൾക്ക് തന്നെ എഴുതാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ലാംഗ്വേജസും ഉണ്ടാവും, ഡൊമെയിൻ ടെസ്റ്റും ഉണ്ടാവും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇത് 3ൻ്റെയും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം നമ്മളിത് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിലബസ് കൂടെ പഠിച്ചാലല്ലേ എക്സാം ക്വാളിഫൈ ചെയ്യാനാവുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ലാംഗ്വേജസ് വളരെ സിമ്പിളാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസേജ്, ഫാക്ച്വൽ, ലിറ്റററി, നരേറ്റീവ്, ലിറ്റററി, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് വൊക്കാബുലറി. ഇതാണ് ലാംഗ്വേജിൽ കൃത്യമായിട്ട് ചോദിക്കുക. റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. പിന്നെ നമ്മുടെ ഫാക്ച്വൽ എറേഴ്സ്, റീഡിംഗ് കോംപ്രഹെൻഷൻ തന്നെ ഒരുപാട് നരേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ആ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കുമ്പോൾ ഡൊമെയിൻസ്, നിങ്ങളിപ്പം ഉദാഹരണത്തിന് BCom ആണ് എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസും ഡൊമെയിൻസായി സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് എന്താ നോക്കുന്നെങ്കിൽ NCERT സിലബസ് ആണ്, അല്ലേ? പ്ലസ് ടുവിലെ CBSEയുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണോ അതിലുള്ളത് കാര്യം മാത്രമേ അവർ ചോദിക്കുള്ളൂ. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നുമില്ല. അത് പഠിച്ചോ, നിങ്ങൾക്ക് ഉഷാറാക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്തോ കിട്ടാം. ഓക്കെ, നമുക്ക് നോക്കാം. ജനറൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരും. അത് കുറച്ചൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ ജനറൽ നോളജ് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് വരുന്നുണ്ട്, സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്, അതായത് അരിതമാറ്റിക്, ആൾജിബ്ര, ജിയോമെട്രി, പിന്നെ ലോജിക്കൽ അനാലിറ്റിക്കൽ റീസണിങ്, ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം 3 സെക്ഷനിൽ 5 പേപ്പേഴ്സാണ് നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റുക. 1 ലാംഗ്വേജ്, പിന്നെ 3 ഡൊമെയിൻസ്, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡും. ഇനി ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ചോയ്സ് ഓഫ് ടെസ്റ്റ് പേപ്പർ. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ അവർ ക്രൈറ്റീരിയ പറയും, ഇന്ന കോഴ്സിന് അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ, അവിടെ ഇന്ന BComന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ, ഓണേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അവർ പറയും ലാംഗ്വേജും എഴുതണം, ജനറൽ ടെസ്റ്റും എഴുതണം, പിന്നെ ഡൊമെയിൻസിൽ എന്ത് എഴുതണം,
അക്കൗണ്ടൻസും ബിസിനസ്സും എഴുതണമെന്ന് അവർ പറയും. ഓപ്ഷണലാണ് ഇത് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ അത് മൂന്നും ചൂസ് ചെയ്യണം. മൂന്നാമത്തെ ഒരു ഡൊമൈൻസിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചില യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവർ വെറും ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും മാത്രം സ്കോർ വെച്ചിട്ടായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ഫോക്കസ് ആയിട്ട് പഠിക്കുക, ബാക്കിയുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഡൊമൈൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്? ഓക്കെ, 5 പേപ്പറാണ്. 5 പേപ്പറിലും ചോദ്യങ്ങൾ വരും. ഓക്കെ, അതിൽ ഓരോ കറക്റ്റ് ആൻസറും നമുക്ക് 5 പോയിൻ്റ് കിട്ടും. ഇനി ഒന്ന് തെറ്റിയാൽ അതിനൊരു 1 മാർക്ക് നെഗറ്റീവ് കിട്ടും. ഇതാണ് കറക്റ്റായിട്ട് മീഡിയംസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വളരെ സുഖമാണ്. നമ്മൾ പ്ലസ് 2 പഠിക്കുന്ന സാധനം ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്ലസ് 2 സിലബസോട് കൂടെ ഇതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നമുക്കിതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, അങ്ങനെ വന്നാൽ നമ്മൾ പ്ലസ് 2വിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ NCERT ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നു, അതിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ കാണുന്നു എന്നാൽ മാത്രം പോരാ. പ്ലസ് 2 പഠിച്ചത് മാറ്റിയിട്ട് ഇതൊരു മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ തുടങ്ങണം. ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ് NCERT ബേസ്ഡ് ആണ്. നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ വളരെ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റുകൾ, ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ, PYQ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഇതൊരു ഉഷാറായി വരിക. പിന്നെ ആ സമയം നമുക്ക് 5 പേപ്പറും അതിലൊരു സമയം ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ MCQ അക്യുറസിയാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ആവുക എന്നുള്ളത്. പിന്നെ നെഗറ്റീവ് മാർക്കിൻ്റെ ഫിയർ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്താലാണ് അത് നമുക്ക് കിട്ടുക. ഞാനത് അറ്റംപ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ നെഗറ്റീവ് മാർക്ക്, അതായത് കറക്കി കുത്തിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുക. ഇത് മോക്ക് ടെസ്റ്റ് നെഗറ്റീവ് ഒന്നും ഒഴിവാക്കാതെ എല്ലാത്തിനും ഗസ് ഇട്ടിട്ട് നിങ്ങളുടെ നോളജ് അത്രയും ബ്ലിസ്ഫുൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന മാർക്കായിരിക്കും നെഗറ്റീവ് കൂട്ടിയിട്ട് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഫൗണ്ടേഷൻ ടെസ്റ്റുകളും മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ EJUBLIS കൊടുക്കുന്നുണ്ട്. അതാണ് താഴെ പറയുന്നതിനോട്. ഓക്കെ, ഇനി നിങ്ങൾ CUET എക്സാം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പം CUET എഴുതി എനിക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തണം എന്ന് മാത്രം നിങ്ങളുടെ മനസ്സിലുള്ളോ, നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം. ഇവിടെ നമ്മൾ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പർ താഴെ എടുത്തിരിക്കുക. നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് റോഡ് മാപ്പ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ എത്തിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരും. നമ്മുടെ കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ ഒരു 30% ഓഫ്, ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്കൊക്കെ ഒരു 30% ഓഫർ നമ്മൾ ഓഫർ അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളതിൽ കംപ്ലീറ്റ് നമ്മുടെ EJUBLIS ലേണിംഗിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണാം. നമ്മുടെ ഫൗണ്ടേഷൻ ടെസ്റ്റുകളും PYQ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾ ഏതാണോ CUET UG സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഏതാവട്ടെ നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് അവിടേക്ക് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, എവിടെയൊക്കെ പേപ്പറുകളാണ് ഏതൊക്കെ പേപ്പറിൽ അവിടെ എഴുതേണ്ടത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കണ്ടതുകൊണ്ട് നമുക്ക് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ CUET എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാം. ഓക്കെ, അതുവരെ see you, goodbye.